അതെ, ഞാൻ പറഞ്ഞ് ഈ ഒരു സിനിമയിൽ കുറേ കാലം അഭിനയിച്ചു, 10-25 വർഷം എന്ന് പറഞ്ഞ് എന്താണ് അതിൽ അച്ചീവ്മെൻ്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, കുറേ ഓടുന്ന സിനിമകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര സിനിമ 100 ദിവസം ഓടി, എനിക്ക് ഇത്ര പൈസ കിട്ടി, ഇത്ര ഇത് വെച്ചു, അതിനേക്കാളൊക്കെ പറയുന്നതിനേക്കാളൊക്കെ ഉപരി ഈ 25 വർഷം പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നടീനടന്മാരുടെ കൂടെയും ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ കൂടെയും നല്ല നല്ല എല്ലാ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുടനീളമുള്ള ഏകദേശം 50-60 പരം നാടക കലാകാരന്മാർ. ഒരു കാലഘട്ടത്ത് സിനിമയേക്കാളൊക്കെ ഉപരി അവർ വേദിയിലെത്തുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കയ്യടി വാങ്ങിച്ചിരുന്ന ആ നടന്മാരെ ആദരിക്കുന്നൊരു ചടങ്ങിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണത്. അത്ര എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സായാഹ്നമായിരുന്നു അത്. അതൊക്കെ എനിക്ക് ഈ നടന്നുള്ള സിനിമ കൊണ്ട് തന്ന ഭാഗ്യമാണ്. ഞാനാദ്യം താങ്കളുടെ മുഖത്തു നിന്നും മാറി ആ ലെൻസിലേക്ക് നോക്കുന്നു. അത് ഞാൻ നോക്കുന്നത് എനിക്ക് ഒരുപക്ഷെ കൊല്ലമെന്ന് പറയുന്ന പട്ടണത്തിലുള്ള ഓരോ ആളുകളോടും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്. കാരണം എൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാടിൽ വന്ന തെറ്റ് ആദ്യമായിട്ട് അതിനുള്ളൊരു മാപ്പ് ചോദിക്കുന്നു. കാരണം കഴിഞ്ഞ 10-25 വർഷമായിട്ട് പല സിനിമകൾക്കും കൊല്ലം ലൊക്കേഷൻ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, പലതുകൊണ്ടും പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊല്ലത്തെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കമൽ സാർ ഫസ്റ്റ് കൊല്ലം പ്ലാൻ ചെയ്തപ്പോൾ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും പല പ്രാവശ്യം കൊല്ലത്തെ കൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൊല്ലത്തിൻ്റെ യഥാർത്ഥ ഭംഗി കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. കാരണം കൊല്ലം ടൗണിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ കായലിൻ്റെയും കടലിൻ്റെയും ഇത്ര ഒരു ഭംഗി, എല്ലാം കൂടി ബ്ലെൻഡായി കിടക്കുന്നൊരു ഭംഗി, അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടില്ലാത്തൊരു സൗന്ദര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ടൂറിസം എടുത്താൽ നമ്പർ 1 വരേണ്ട ഒരു സ്ഥലമാണ് കൊല്ലം. പിന്നെ ആളുകളുടെ ഒരു സിനിമയോടുള്ള സന്തോഷവും ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും. കാരണം ഞങ്ങളിത് ഷൂട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ കൊല്ലത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗങ്ങളിൽ, മാർക്കറ്റിനകത്ത്, കൊല്ലം ടൗണിനകത്ത്, കൊല്ലം ബീച്ചിൻ്റെ സൈഡിൽ എത്രയോ ദിവസങ്ങൾ, 40-50 ദിവസം രാവും പകലും മുഴുവൻ അതായിരുന്നു. ഇത്ര സപ്പോർട്ടീവായിട്ടുള്ള ഷൂട്ടിംഗ് അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെന്താ വെച്ചാൽ നാടകത്തെ സ്നേഹിക്കുന്ന, നാടകത്തിൻ്റെ തന്നെ ഈറ്റില്ലമായിട്ടുള്ള കൊല്ലത്ത് തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചതും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓരോരുത്തരോടും ഞാനും എൻ്റെ ടോട്ടൽ ക്രൂവും നന്ദി പറയുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് 3, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഫാദർ, ഞാനും എൻ്റെ അടുത്ത തലമുറയിലേക്ക് നീങ്ങുന്ന നാടകത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. സോ നമ്മൾ കരുണാ നാടകം തൊട്ട് വാസവദത്തെയും കുമാരനാശാൻ്റെ നാടകം തൊട്ട് KPS നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും നാടകം തൊട്ട് ഇപ്പോഴത്തെ സർഗ്ഗവേദി മുതൽ അടുത്ത ജനറേഷനിലേക്ക് നീളുന്ന ഒരു നാടകത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഒരു 4 കാലഘട്ടവും വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കി അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. സിനിമ കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. വരും കേട്ടോ, 100% വരും. നാടകം എവിടെ പോകാൻ? ഒരു കാലഘട്ടത്തിൽ റേഡിയോ പോയപ്പോൾ എല്ലാവരും പറഞ്ഞാണ്, റേഡിയോ പോയി, മറ്റേത് വന്നു, CD വന്നു, റെക്കോർഡ് വന്നു, അത് റേഡിയോ എന്ന് പറഞ്ഞ് പലരും വലിച്ചെറിഞ്ഞ് കളഞ്ഞാണ്. ഇന്ന് ഏറ്റവും സജീവമായിട്ട് റേഡിയോ തിരിച്ചു വന്ന പോലെ തീർച്ചയായിട്ടും നോക്കിക്കോളൂ. എനിക്ക് തോന്നുന്നത് നാടകം പഴയതിനേക്കാൾ ഉപരി നാടകം തിരിച്ചു വരണം കേട്ടോ. കാരണം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മറ്റെല്ലാത്തിനേക്കാളും ഉപരി സ്ഥിരമായിട്ടുള്ള നാടകവേദികൾ, പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകൾ എത്രയോ ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ഇന്ത്യക്ക് അകത്തായാലും എനിക്ക് തോന്നുന്നു നോർത്തിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. തമിഴ്നാട്ടിലുണ്ട് എത്രയോ നാടകം. വൈകുന്നേരങ്ങളാകുമ്പോൾ സ്ഥിരമായിട്ടുള്ള നാടക സദസ്സുകളുണ്ട്. കേരളത്തിലും അങ്ങനെ വരണം. പെർമനൻ്റ് ആയിട്ടുള്ള നാടക സമിതികൾ വരണം. ഒരു പെർമനൻറ്റ് സ്റ്റേജ് എന്നുമുള്ള സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിൽ എന്നും പോയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു നടനായിട്ട് പോയിട്ട് അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹങ്ങളൊന്നാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നാടകത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് ഇതിലെ ദേവദാസിൻ്റെ വേഷം ചെയ്യുമ്പോൾ ഓരോ സിനിമ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയത്. അതേപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഷാജിയൻ കരുണ്ട് സോപാനം എന്നുള്ള സിനിമ ചെയ്തു. അപ്പോൾ ആ സോപാനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതാണ് ചെണ്ട. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സീനിലും അതിനകത്ത് മാക്സിമം ഒരു ചെണ്ടക്കാരനെ യൂട്ടിലൈസ് ചെയ്തപ്പോൾ ഷാജി സാർ ഓരോ സീൻ കഴിയുമ്പോഴും പറയുമായിരുന്നു, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് ചെണ്ടയല്ലേ.
അപ്പോൾ അപ്പോൾ അതിനകത്ത് എനിക്ക് വേണ്ടി തന്നെ ചില സീൻ വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ആ ചെണ്ടയെ ഞാൻ സ്ത്രീയുടെ ഓരോ ഭാഗങ്ങളായി എൻ്റെ മനസ്സിൽ ഇത് ചെയ്ത് ഒരു സ്ത്രീയെ ഒരാൾ ചുംബിക്കുമ്പോൾ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വികാരം വരെ എനിക്ക് ചെണ്ടയോട് തോന്നിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ കൂടെ അഭിനയിക്കുന്നവർ അത്രയും പേരും മലയാള നാടകവേദിയിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളാണെന്ന് അറിയുമ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ സന്തോഷം അതിലും വലുതാണ്. ഇപ്പോൾ KPS ലളിത ചേച്ചി തൊട്ട് കലിംഗ ശശിയേട്ടൻ തൊട്ട് ചെമ്പിൽ അശോകൻ തൊട്ട് എല്ലാവരും, ജയരാജ് വാര്യർ, ഒരുപാട് പേരുണ്ട്. എല്ലാവരും സ്റ്റേജിൽ നിന്നുള്ളവരാണ്.